സാനിയോ, അവിടെ ചാലിയാറിൽ ഉൾപ്പെടെ വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലുണ്ടായെന്ന വിവരം കൂടി വരുന്നു. വലിയ നാശനഷ്ടമുണ്ടോ? കോഴിക്കോട് ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴ കനക്കുകയാണ്. വിനിത, കോഴിക്കോട് ഇപ്പോൾ നല്ല മഴയാണ് അനുഭവപ്പെടുന്നത്. പലയിടങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി. മാവൂരിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മാവൂരിൽ റോഡുകളിൽ വെള്ളം കയറിയ കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് വണ്ടികൾക്ക് പോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണുള്ളത്. കൂടാതെ ചെമ്പുകടവിലടക്കം റോഡിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചെമ്പുകടവിൽ റോഡിലേക്ക് വെള്ളം കയറി പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ പലയിടങ്ങളിലൊന്നും വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ പലരും വലിയ ബുദ്ധിമുട്ടിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോടഞ്ചേരി പഞ്ചായത്തിൽ മാത്രം ഇന്ന് അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നിരവധി ആളുകളാണ് ഈ വെള്ളക്കെട്ടിലേക്കും മറ്റും ഇത് കാണാനായി വരുന്നത്. പക്ഷേ അത് വലിയ അപകടമുണ്ടാക്കുന്നുവെന്ന് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ചാലിയാറിലടക്കം ജലനിരപ്പ് ഉയരുകയാണ്. പലയിടങ്ങളിലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാലിയാറിൻ്റെ കൈവഴികളിലൊക്കെ താമസിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും മലപ്പുറത്തും സമാനമായ അവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. നിലമ്പൂർ ടൗണിലും അതുപോലെ എടക്കര ടൗണിലുമൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധ പുലർത്തണമെന്ന് അറിയിക്കുന്നുണ്ട്. അത് എടക്കര ടൗണിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പിന്നീട് കടകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. പതങ്കയം പാലത്തിലടക്കം വെള്ളം പൊങ്ങുന്നൊരവസ്ഥയും നിലവിലുണ്ട്. ശരി, സാനിയോ മനോമിയാണ് കോഴിക്കോട്ടെ സാഹചര്യം പറഞ്ഞത്. മാവൂർ റോട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറിയിരിക്കുന്നു. മുഹമ്മദ് അഫ്ലഹ് പറയുന്നത് മലപ്പുറത്ത് നല്ല മഴയാണെന്നാണ്. പ്രേക്ഷകർ എവിടെയൊക്കെ മഴയുണ്ട് എന്നത് കമൻറ്റ് ചെയ്യുക. അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഇടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അധികൃതരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ ഇക്കാര്യം പെടുത്തുകയും ചെയ്യും.